തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മാൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഹായ്, പബ്ലിക് ഹെൽത്ത് കോഴ്സ് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. പബ്ലിക് ഹെൽത്തിന് സീറ്റ്സ് അവൈലബിൾ ആണോ, അതുപോലെ ഏതെല്ലാം രാജ്യത്താണ് പബ്ലിക് ഹെൽത്ത് അവൈലബിൾ ആയിട്ടുള്ളത്, അവരതിന് എലിജിബിൾ ആണോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സ് ഇതിലുണ്ട്, മാനേജ്മെന്റ് സബ്ജക്റ്റിൽ തന്നെയുണ്ട്, ഹെൽത്ത് കെയറിൽ മാത്രം പബ്ലിക് ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗിൽ പബ്ലിക് ഹെൽത്ത് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇതിന്റെ മോഡ്യൂൾസ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ പബ്ലിക് ഹെൽത്ത് പൊതുവെ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ പബ്ലിക് ഹെൽത്ത് എടുത്തതിന് ശേഷം അവർക്ക് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് അവർക്ക് പോകാൻ എളുപ്പമായ ഒരു കാരണം കൊണ്ടാണ് എല്ലാവരും ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സ് ഓപ്റ്റ് ചെയ്യണത്. പൊതുവെ ഈ പബ്ലിക് ഹെൽത്തിന് നമുക്ക് എലിജിബിൾ ആവാനായിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് കെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഷ്യൽ ഹെൽത്ത് പോലത്തെ കോഴ്സുകൾ, അല്ലെങ്കിൽ നഴ്സിംഗ് പോലത്തെ കോഴ്സുകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് പഠിച്ച് അതിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അവർക്ക് പബ്ലിക് ഹെൽത്ത് കുറിച്ചുള്ള കോഴ്സിന് എലിജിബിലിറ്റി ഉണ്ട്. ഇനി മാനേജ്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തവർക്ക് ഇതിൽ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അവർക്കും പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ അവർ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ മിനിമം 2 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് പബ്ലിക് ഹെൽത്തിന് എലിജിബിലിറ്റി കിട്ടും. അതും യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല മാർക്കുള്ള മിനിമം ഒരു 70% ആൻഡ് അബവ് മാർക്കുള്ള സ്റ്റുഡൻസിനാണ് പൊതുവേ പബ്ലിക് ഹെൽത്തിന് എലിജിബിലിറ്റി കിട്ടുക. ഈ പബ്ലിക് ഹെൽത്തിൽ തന്നെ ഇപ്പൊ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഈ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഇപ്പൊ മാനേജ്മെന്റ് പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിലും അപ്ലൈ ചെയ്യാം, ഈവൻ വിത്തൗട്ട് വർക്ക് എക്സ്പീരിയൻസ്, കാരണം അത് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ വന്നതാണ്. പക്ഷേ MPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അത് പ്യുവർ ഹെൽത്ത് കെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എലിജിബിലിറ്റി കിട്ടുന്ന ഒരു കോഴ്സാണ്. കാരണം അവർക്ക് അതിന്റെ സബ്ജക്ട്സ്, അതിന്റെ മോഡ്യൂൾസ് വരുന്നത് അത്രയും കോർ സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ പലരും നമ്മുടെ ചോദിക്കുന്നതാണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സോഷ്യൽ വർക്ക് പോലത്തെ കോഴ്സ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഈ സോഷ്യൽ വർക്കിന്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം പർട്ടിക്കുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. അതും പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണോ എന്നറിയില്ല അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ആ സോഷ്യൽ വർക്ക് കോഴ്സ് എടുത്തവർക്ക് പബ്ലിക് ഹെൽത്ത് കിട്ടാൻ എളുപ്പമാണെങ്കിലും, ഈ സോഷ്യൽ വർക്ക് തന്നെ എടുത്തവർക്ക് 2 years അവിടുത്തെ MSW എടുക്കാൻ ശ്രമിച്ചാൽ പോലും വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം മിനിമം 3 to 4 years മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്കിന് അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അതിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ആ കോഴ്സ് വളരെ ഹൈ ഡിമാൻഡുള്ള കോഴ്സാണ്. അതേപോലെ തന്നെ വളരെ ഹെവി റിക്വയർമെന്റ് ഉള്ളതാണ്. സ്ക്രീനിങ് പ്രോസസ്സ് വളരെ 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 സ്ട്രിക്റ്റ് ആണ് ഈ കോഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് നല്ലൊരു ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പബ്ലിക് ഹെൽത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ വർക്ക്, കൗൺസിലിംഗ് എന്നുള്ള പല, അല്ലെങ്കിൽ കൺസൾട്ടന്റ് എന്നുള്ള പല ഡിഫറെന്റ് മേഖലകളിലേക്ക് നമുക്ക് ഹെൽത്ത് കെയറിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസും കൂടെ ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. കാരണം കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വർക്ക് വിസ ആയിരിക്കും നോക്കുക, അല്ലെങ്കിൽ ഒരു 2 years സ്റ്റേ ബാക്കിന് ശേഷം എന്തായാലും നിങ്ങളൊരു വർക്ക് വിസ ആയിരിക്കും നോക്കുക. അപ്പം അങ്ങനെ വർക്ക് വിസയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ കോഴ്സ് പഠിച്ചു എന്നുള്ളത് മാത്രം നിങ്ങളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണരുത്. നിങ്ങൾക്ക് ഈ ഫീൽഡിൽ റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പം ഏത് രാജ്യത്ത് നിങ്ങൾ പബ്ലിക് ഹെൽത്ത് എടുത്താലും നിങ്ങൾ 2 കാര്യം നോക്കുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ്ലി പബ്ലിക് ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് റെലവൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് വേണം. ഇനി നിങ്ങൾ ആ രാജ്യത്ത് ഒരു അഡ്മിഷൻ കിട്ടി അവിടെ ചെന്ന് പഠിച്ചു എന്ന് വെച്ചാൽ പോലും നിങ്ങൾ ആ ഒരു റെലവൻറ്റ് ഫീൽഡിൽ വർക്ക് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ വർക്ക് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം കുറേ കൂടെ എളുപ്പമാവുള്ളൂ. പിന്നെ പലപ്പോഴും പബ്ലിക് ഹെൽത്ത് പഠിച്ചിട്ട് നമുക്ക് NHS ജോലിക്ക് കയറാം എന്നൊക്കെ പറയാറുണ്ട്. ഈ പബ്ലിക് ഹെൽത്ത് നിങ്ങൾ എടുത്ത് പഠിച്ചു എന്നുണ്ടെങ്കിൽ പോലും UK നിങ്ങൾ NVQന്റെ ഒരു ലെവൽ 2 or 3 or 4 ഒക്കെ എടുത്താലാണ് നിങ്ങൾക്ക് NHS ഉള്ള ജോബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉള്ളൂ. അപ്പം പബ്ലിക് ഹെൽത്ത് എടുത്തതിന് പുറമെ ഈ NVQ പോലത്തെ കോഴ്സ് നിങ്ങൾ അവിടെ പോയി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ NHS പോലെയുള്ള ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. NVQ എടുത്താൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അവിടുത്തെ വർക്ക് വിസയിലേക്കുള്ള നിങ്ങളുടെ ജേർണി കുറേ എളുപ്പമായി കിട്ടും. കാരണം അതൊരു ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അക്സെപ്റ്റൻസ് ഉണ്ട്.
ഇതിനൊക്കെ പുറമെ നിങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ PSW ഓപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, വളരെ നല്ല പ്രോഗ്രാമാണ്. വർക്കിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ ഈ എവിടെയൊക്കെയാണ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ കൺട്രിയിലാണെന്നൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ, വാട്സപ്പ് നമ്പർ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ, പിന്നെ അതുപോലെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, പിന്നെ ഏതെല്ലാം കൺട്രിയിലാണ് പോസിബിലിറ്റി, ഇതൊക്കെ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു ഒന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.